ഹായ് ഓൾ. യാത്ര പോകാൻ ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ? അതുപോലൊരു യാത്രയിൽ പോവാണ് ഞാനും എൻ്റെ ഫാമിലിയും. എവിടേക്കാന്ന് വെച്ചാൽ ചെന്നൈയിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടത്തേക്ക് പോവാണ്. അവിടെയുള്ള കുറച്ച് പ്ലേസൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പം വടകര റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഞാനും അമ്മയും വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫാമിലി പയ്യന്നൂരിൽ നിന്ന് കയറി. ഇപ്പം ട്രെയിൻ വരാറായിട്ടുണ്ട്. അതിൽ അവരുണ്ട്, അച്ഛൻ, അമ്മ, ഏട്ടൻ, അനിയൻ, ഏട്ടൻ്റെ വൈഫിൻ്റെ അമ്മ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് വടകരയിൽ നിന്ന് കയറുകയാണ്. അങ്ങനെ ട്രെയിൻ വന്നു. മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ആണ്, അതിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഏട്ടൻ ഒരാഴ്ച മുന്നേ ഗൾഫിൽ നിന്ന് വന്നേക്കായിരുന്നു. ആദ്യമായിട്ടാണ് വന്നിട്ട് കാണുന്നത്. അങ്ങനെ എല്ലാവരും കണ്ടു. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഗെയിം കളിക്കാൻ തുടങ്ങി. അത് ലുഡോ. അമ്മമാരൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അമ്മ ഫുഡ് തന്നു. ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ഗെയിമിലോട്ടേക്ക് പോയി. ഇപ്പം ഈ ഗെയിം കാണുമ്പം വിചാരിക്കും ഇത് ഫസ്റ്റിനും സെക്കൻഡിനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കളിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. ഞാനും അമ്മയും കൂടെ. ആര് ജയിക്കും. എല്ലാവർക്കും ഒന്ന് വീണാൽ ഒരാൾ ജയിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിനാണ് ഞങ്ങൾ. അവസാനം എനിക്കാണ് 1 വീണത്. അങ്ങനെ ഞാൻ 3rd വിന്നറായി. പിന്നെ കുറേ ടൈം കളിച്ചിട്ടാണ് 1 വീണത്. അതുവരെ എന്താ പറയേണ്ടത്, മാരൊക്കെ കളിക്കുകയായിരുന്നു. ഫൈനലി ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. എല്ലാവരും അമ്മമാരൊക്കെ ചെന്നൈ കണ്ട് സന്തോഷത്തിലാണ്. എല്ലാവരും പുറത്തൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കാണുകയാണ്. എന്തായാലും അവരെ മുഖത്തെ സന്തോഷം കണ്ടപ്പം ഞാനും ഒരുപാട് ഹാപ്പിയായി. എല്ലാം സെറ്റാക്കി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ് ഞങ്ങൾ. എല്ലാവരുടെ കയ്യിലും കുറേ ബാഗൊക്കെ ഉണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഞങ്ങൾ വിളിച്ച് എല്ലാവരും അതിൽ കയറും. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അതിൽ കയറുമെന്ന് ചോദിച്ചപ്പോൾ കയറും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. അപ്പം അവസാനം അച്ഛനെ ഇത് സൈഡിലൊക്കെ ഇരുത്തി. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നു. ഏട്ടനും അനിയനും ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തിരുന്നു. പക്ഷെ എന്നാൽ ഒരു രസമായിരുന്നു, ഒരു അനുഭവമായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഓട്ടോ സൈഡായി. സംഭവം ഗ്യാസ് തീർന്നതാണ്. എന്നാലും നമ്മൾ ആദ്യം വിചാരിച്ചായിരുന്നു ഇത്രയും പേരെയും കൊണ്ട് എങ്ങനെ പോകുന്നു. എങ്ങനെയൊക്കെയോ ഡ്രൈവറും ഏട്ടനൊക്കെ ഓട്ടോ തള്ളി. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴേ തന്നെ പെട്രോൾ സ്റ്റേഷൻ എത്തി. അങ്ങനെ ഗ്യാസൊക്കെ നിറച്ച് പോയി. എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു ട്രിപ്പ്, ഓട്ടോ ട്രിപ്പ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഓട്ടോക്കാരനെ ഇറക്കി. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അവിടെ നിന്ന് ഹസ്ബൻഡ് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഹസ്ബൻഡ് വന്നു. അങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷമാണ് ഹസ്ബൻഡിൻ്റെ മുഖത്ത്. അങ്ങനെ ലഗേജൊക്കെ എല്ലാവരും ഡിക്കിയിലെടുത്ത് വെച്ചു. പിന്നെ എല്ലാവരും കൂടെ കാറിൽ കയറി ഫുഡ് കഴിക്കാൻ പോകേണ്ട സ്ഥലത്തേക്ക് പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ എല്ലാവർക്കും ബായ്.